ഞാൻ ഈ വർഷം യൂസ് ചെയ്ത ബെസ്റ്റ് ഫോണും വേസ്റ്റ് ഫോണുമാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. വേസ്റ്റ് ഫോൺ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ അതിന്റെ സ്പെസിഫിക്കേഷൻ നല്ലതായിരിക്കത്തില്ല, ചിലപ്പോൾ അതിന്റെ പ്രൈസിനനുസരിച്ചുള്ള ഫോണും ആയിരിക്കത്തില്ല. പക്ഷെ ഈ വർഷത്തെ വേസ്റ്റ് ഫോൺ നോക്കുകയാണെങ്കിൽ ഓൾറെഡി അതിന്റെ പ്രൈസിനനുസരിച്ച് സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടില്ല, അതിന്റെ കൂടെ അതിന് നല്ലൊരു എക്സ്പീരിയൻസും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ബട്ട് ഇതിനെ വേസ്റ്റ് ആക്കുന്ന മെയിൻ റീസൺ ഇതിന്റെ പ്രൈസിംഗ് ആണ്. 80,000 റുപ്പീസിന് ഒരു ഫോൺ ഒരു കമ്പനി ലോഞ്ച് ചെയ്യാണ്. ആൻഡ് ഒരു മാസം പോലും കഴിഞ്ഞില്ല ആ ഒരു ഫോണിന്റെ പ്രൈസ് നേരെ 30,000-നും 40,000 റുപ്പീസിന്റെ റേഞ്ചിൽ വിൽക്കുന്നുണ്ട്. നോ ഡൗട്ട് നത്തിങ് ഫോൺ 3 എന്ന് പറയുന്നത് 30,000 റുപ്പീസിന് വളരെ നല്ല ഡിവൈസ് തന്നെയാണ്. പക്ഷേ 80,000 റുപ്പീസിന് ലോഞ്ച് ആയ ഫോണാണ്. ആൻഡ് 80,000 റുപ്പീസിന് കുറേ ആൾക്കാർ ആ ഒരു ഫോൺ മേടിച്ചിട്ടും ഉണ്ടാവണം. സോ അങ്ങനെ മേടിച്ചവരെ മണ്ടന്മാരാക്കുന്ന പോലത്തെ ഒരു പരിപാടിയാണ് നത്തിങ് കാണിച്ചിട്ടുള്ളത്. സോ അതുകൊണ്ടാണ് ഈ വർഷത്തെ ഏറ്റവും വേസ്റ്റ് ഫോൺ നത്തിങ് ഫോൺ 3 എന്ന് പറയുന്നത്. അപ്പോൾ ബെസ്റ്റ് ഫോൺ നോക്കുകയാണെങ്കിൽ പല റീസൺസ് ഉണ്ട്. ഒന്നാമത് നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പിന്നെ അടിപൊളി ബാറ്ററി ബാക്കപ്പ് ആണ് ഒരു ഫോൺ പ്രൊവൈഡ് ചെയ്യുന്നത്, പിന്നെ ഒരു ഓൾറൗണ്ടർ എന്ന് പറയാൻ പറ്റിയ ഒരു ക്യാമറ സെറ്റപ്പും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. ആൻഡ് ഇപ്പോഴേ കുറെ ആൾക്കാർ അത് ഗസ് ചെയ്തിട്ടുണ്ടാവണം, ഓപ്പോന്റെ Find X9 Pro ആണ്. ആൻഡ് ഈ ഒരു ഡിവൈസ് ആണ് ഈ വർഷം ഞാൻ യൂസ് ചെയ്ത ഏറ്റവും ബെസ്റ്റ് ഡിവൈസ്. ആൻഡ് ഈ ഒരു ഫോണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തത് ഇതിൽ ഹൈ റെസൊല്യൂഷൻ ഫോട്ടോസ് എടുക്കാൻ പറ്റും ബൈ ഡിഫോൾട്ട് ആയിട്ട്. അതായത് ഐഫോണിലൊക്കെ ഉള്ളതുപോലെ 24 മെഗാ പിക്സലിലും 26 മെഗാ പിക്സലിലൊക്കെ ഫോട്ടോസ് ഷൂട്ട് ചെയ്യുന്നതാണ്. അതും ഇത് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്യും. ഇപ്പോൾ ലോ ലൈറ്റ് ഒക്കെ ആണെങ്കിൽ 12 മെഗാ പിക്സലിൻ്റെ ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ ഒരു 14 മെഗാ പിക്സലിലൊക്കെ സേവ് ചെയ്യും. എന്നാൽ ഡേ ലൈറ്റിലൊക്കെ നല്ല ഡീറ്റെയിൽസ് ഒക്കെ റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്ത് 26 മെഗാ പിക്സൽ സേവ് ചെയ്ത് വെൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫോട്ടോസ് ഈ ഒരു ഫോൺ എടുത്തിരുന്നുണ്ട്. പിന്നെ സോഫ്റ്റ്വെയർ ഈ പ്രൈസ് സെഗ്മെന്റിലല്ല ഇപ്പം മേടിക്കാൻ പറ്റിയ ഏറ്റവും സ്ലീക്കും ഏറ്റവും സ്മൂത്തസ്റ്റ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് ഓപ്പോന്റെ ColorOS. അത് ഈ ഒരു ഫോണിലും ഒരു ഡൗട്ടും ഇല്ല, അടിപൊളി തന്നെയാണ്. ബട്ട് പെർഫോമൻസ് ആണ് നിങ്ങളുടെ മെയിൻ ടാർഗറ്റ് എങ്കിൽ OnePlus 15 കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് തരുന്നതാണ്. എന്നാലും Dimensity 9500 ചിപ്സെറ്റ് ഉള്ളതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ഗെയിമിംഗ് പെർഫോമൻസ് ആണ്. ഇതിനെക്കാട്ടും ലേശം കൂടുതൽ നമുക്ക് OnePlus 15 കിട്ടും. പക്ഷേ ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗ് നോക്കുകയാണെങ്കിൽ ലേശം കൂടുതലായിട്ട് പലർക്കും ഫീൽ ചെയ്യാം. 1,09,999 രൂപയാണ്. അതുപോലെ തന്നെയാണ് ഇതിന്റെ കൂടെയുള്ള ടെലി കൺവേർട്ടർ കിറ്റും നല്ല എക്സ്പെൻസീവ് ആണ്. വിവോന്റെ X300 Pro ടെലി കൺവേർട്ടർ കിറ്റ് നമുക്ക് ഏകദേശം 20,000 റുപ്പീസിനകത്ത് മേടിക്കാവുന്നതാണ്. എന്നാൽ ഇത് 30,000 റുപ്പീസ് കോസ്റ്റ് വരുന്നുണ്ട് അതിൻ്റെ ആ ഒരു ഹാസിൽ ബ്ലാഡിൻ്റെ ലെൻസിന് വേണ്ടി. ബട്ട് ഓവറോൾ നോക്കുകയാണെങ്കിൽ മൈ ഫേവറേറ്റ് ഫോൺ ഓപ്പോ Find X9 Pro തന്നെയാണ്. ആൻഡ് വേസ്റ്റ് ഫോൺ ഈ ഒരു ഫോണിന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതല്ലാതെ വേറെ കാര്യമായിട്ടുള്ള വേസ്റ്റ് ഫോൺസ് ഒന്നും കണ്ടിട്ടില്ല. സ്പെസിഫിക്കേഷൻ കൊടുക്കാതെയും അല്ലെങ്കിൽ പല രീതിയിലും ആൾക്കാരെ പറ്റിക്കാറുണ്ട് പല ബ്രാൻഡ്സും. പക്ഷേ ഇത് ലേശം കൂടിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ വേസ്റ്റ് ഫോൺ നത്തിങ് ഫോൺ 3 ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബാക്കിയുള്ള വീഡിയോസ് കൂടെ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. പിന്നെ വീഡിയോക്ക് ലൈക്കൊക്കെ കൊടുത്ത് ഹൈപ്പ് കൂടെ ഒന്ന് ചെയ്തേക്കാം. നമ്മുടെ വീഡിയോക്ക് ഹൈപ്പ് കൊടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്കും ഈ ഒരു വീഡിയോ കാണാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും ഹൈപ്പ് ചെയ്യാൻ മറക്കണ്ട. ദിസ് ഈസ് ഫോൺ മോസ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.